കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ നഖശികാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു സംസ്ഥാന സർക്കാർ നമുക്കുണ്ട്. ആ സംസ്ഥാന സർക്കാർ അന്ന് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. അദാനി ഗ്രൂപ്പിന് തിരുവനന്തപുരം വിമാനത്താവളം കൈമാറുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള നിരക്ക് വർധനവിന് കാരണമാകും എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ അന്ന് തന്നെ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യത്തെ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി അദാനി ഗ്രൂപ്പിന്റെ നിരക്ക് വർധനവ് അംഗീകരിച്ചതോടെയാണ് ഈ വരുന്ന ജൂലൈ 1 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. പുതിയ നിരക്കുകൾ ഇത്തവണ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 30 മുതൽ 40% വരെയാണ്. ആഭ്യന്തര യാത്രികർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആഭ്യന്തര വിമാന യാത്രികർക്ക് യൂസർ ഡെവലപ്മെന്റ് ഫീ 506 നിന്നും 770 വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. അതേസമയം രാജ്യാന്തര യാത്ര തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്രികർക്ക് യൂസർ ഡെവലപ്മെന്റ് ഫീസ് 1069 രൂപയിൽ നിന്നും 1540 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. അതായത് 30 മുതൽ 50% രൂപയുടെ വരെ വർധനവ് ഈ നിരക്കുകളിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഇതിലും ഖേദകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ നിരക്ക് വർധനവ് 2025 മാർച്ച് വരെ മാത്രമാണ്. അതിനുശേഷം 2026 സാമ്പത്തിക വർഷം മുതൽ ഓരോ സാമ്പത്തിക വർഷത്തിലും ഈ നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഇനി അങ്ങോട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന യൂസർ ഡെവലപ്മെന്റ് ഫീസ് കൊടുത്തായിരിക്കും തിരുവനന്തപുരം വിമാനത്താവളം ഉപയോഗിക്കാൻ സാധിക്കുക. ഇത് സംസ്ഥാന സർക്കാർ അന്നു പറഞ്ഞ എല്ലാ മുന്നറിയിപ്പുകളും യാഥാർത്ഥ്യമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കാൻ അദാനി എത്തുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന് മുമ്പിൽ മുന്നോട്ട് വച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഒരു കമ്പനി രൂപീകരിച്ച് ഈ വിമാനത്താവളം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ അദാനിക്ക് ഈ വിമാനത്താവളം കൈമാറുന്നു. അതോടൊപ്പം അന്ന് കേരളത്തിലെ ചില വികസനവാദികൾ ഇതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. അവർ അന്ന് അദാനിക്ക് കൈയടിക്കാൻ മുൻനിരയിലുണ്ടായിരുന്നു. ആ മനുഷ്യർ ഇന്ന് ഈ നിരക്ക് വർധനയെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് മാത്രമല്ല, ഈ യൂസർ ഡെവലപ്മെന്റ് ഫീസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിക്കുന്നവർക്ക് മാത്രമല്ല വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രികരുടെ യൂസർ ഡെവലപ്മെന്റ് ഫീസും അടുത്ത സാമ്പത്തിക വർഷം മുതൽ വർദ്ധിപ്പിക്കാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. അദാനി ഗ്രൂപ്പ് ഇതിനെല്ലാം വിശദീകരണമായി നൽകുന്നത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 1200 കോടി രൂപയുടെ നിക്ഷേപം ഞങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും അതിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ നിരക്ക് വർധനമെന്നുമാണ് അദാനി ഗ്രൂപ്പിൻ്റെ വിശദീകരണം. അതെന്ത് തന്നെയായാലും നമുക്ക് കൊച്ചിയിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കമ്പനി നിയന്ത്രിക്കുന്ന കൊച്ചി വിമാനത്താവളത്തിലെ നിരക്കും തിരുവനന്തപുരത്തെ അദാനി നിയന്ത്രിക്കുന്ന വിമാനത്താവളത്തിലെ നിരക്കും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. കൊച്ചി വിമാനത്താവളത്തിൽ ആഭ്യന്തര യാത്രികർക്ക് ഉള്ള യൂസർ ഡെവലപ്മെന്റ് ഫീസ് എന്ന് പറയുന്നത് വെറും 319 രൂപയാണ്. അതേ സ്ഥാനത്താണ് 770 രൂപ ഈടാക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത്. അതായത് ഇരട്ടിയിലധികം തുക. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന ഒരു ആഭ്യന്തര യാത്രികൻ നൽകേണ്ട യൂസർ ഡെവലപ്മെന്റ് ഫീസിന്റെ ഇരട്ടിയിലധികം നൽകിയാൽ മാത്രമേ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യാനാകൂ എന്നൊരു സ്ഥിതിവിശേഷം അദാനിയും അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന കേന്ദ്ര സർക്കാരും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് വ്യക്തമായി തെളിയിക്കുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന മുന്നറിയിപ്പുകൾ എല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ്. നമുക്കറിയാം, അദാനി ഗ്രൂപ്പിന് ഈ എയർപോർട്ട് കൈമാറുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരാണ്. ആ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് അദാനി ഗ്രൂപ്പിന് ഈ എയർപോർട്ട് കൈമാറുമ്പോൾ തിരുവനന്തപുരം വല്ലാതെ വികസിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് അതിനെ കൈയടിച്ചവരുണ്ടായിരുന്നു.
നിലവിൽ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമുള്ള വിമാനയാത്രാ നിരക്കുകൾ കൊച്ചിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ് എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്ക് പുറമെയാണ് ഇപ്പോൾ യൂസർ ഡെവലപ്മെന്റ് ഫീസ് കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് വിമാനയാത്ര ഇരട്ടി വില നൽകേണ്ടി വരും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം എന്ന ടെക് നഗരത്തിലേക്ക് നിരന്തരം വരികയും തിരികെ പോവുകയും ചെയ്യുന്ന ഒരുപാട് IT പ്രൊഫഷണലുകളുണ്ട്. ആ IT പ്രൊഫഷണലുകളെയാണ് ഈ തീരുമാനം ഏറ്റവും ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഇതിനുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത് ഈ തീരുമാനങ്ങൾ കൊച്ചി വിമാനത്താവളത്തിന് ഗുണകരമായി ഭവിക്കുമെന്നാണ്. കാരണം കൊച്ചിയിലെ നിരക്ക്, യൂസർ ഡെവലപ്മെന്റ് ഫീസ് വളരെ കുറവാണ്. അതോടൊപ്പം കൊച്ചിയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വിമാനയാത്രാ നിരക്കും തിരുവനന്തപുരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കൂടുതലും മലയാളികളായ വിമാനയാത്രികർ തിരുവനന്തപുരം വിമാനത്താവളത്തിന് പകരം കൊച്ചി വിമാനത്താവളം തിരഞ്ഞെടുത്താൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്ത ശേഷം അദാനി ഗ്രൂപ്പ് അതിൻ്റെ ആദ്യത്തെ നിരക്ക് വർധന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ടിയിലധികം നിരക്കാണ് അദാനി ഗ്രൂപ്പ് ഈടാക്കാൻ തയ്യാറെടുക്കുന്നത്.